നമ്മളിന്ന് എവിടെ പോന്നേന്നറിയോ? ആഹാ, ഇങ്ങോട്ട് കാണിച്ച റിച്ചുന്റെ ഡ്രസ്സ് കാണിച്ചു. നമ്മൾ രണ്ടും മാച്ചിങ് ആണ്. മാച്ചിങ് നമ്മള്. ഈ ഫസ്റ്റ് ബട്ടൺസ് ഇടണോ? അത് വേണ്ടായിരുന്നോ? വേണോ? നമ്മള് സ്കൂളിലൊന്നും അല്ലല്ലോ പോന്നേ, കറങ്ങാൻ പോവില്ലേ. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എളംകുളം വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുവഴി പോയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടൽ കണ്ടത്. അപ്പോൾ ഓർത്തു എന്നാൽ പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ കയറി. ആംബിയൻസ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഇത് വൈറ്റിലയിലുള്ള ടൈം സ്ക്വയർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാട്ടോ നമ്മൾ വന്നേക്കുന്നത്. അവർ വന്നിട്ട് അവിടെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. 299 ഫിഷ് കറി മീൽസ് ഉണ്ട്. പിന്നെ 499 പ്ലസ് ടാക്സിന് മീൽസിൻ്റെ കൂടെ സൂപ്പ്, പായസം, ഡെസേർട്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസും കൂടെ എക്സ്ട്രാ വരുമ്പോൾ 499 പ്ലസ് ടാക്സ്, അങ്ങനെ പല ഓപ്ഷൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ആദ്യം ഒരു 299ൻ്റെയും ഒരു 499ൻ്റെയും മീൽസ് ഓർഡർ ചെയ്യാമെന്ന്. പക്ഷേ റിച്ചുവിന് മീൽസ് വേണ്ട, ബിരിയാണി മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ബിരിയാണിയും ഒരു മീൽസും ഫിഷ് കറി മീൽസും ആണ് ഓർഡർ ചെയ്തത്. ചോറിൻ്റെ കൂടെ മോര്, സാമ്പാർ, മീൻകറി, തോരൻ, അവിയൽ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചിക്കൻ ബിരിയാണിയുടെ കൂടെ നമുക്ക് അച്ചാറും സാലഡും കിട്ടി, പപ്പടവും കിട്ടി. ചിക്കൻ ബിരിയാണിയേക്കാൾ ടേസ്റ്റ് എനിക്കിഷ്ടമായത് ഇവിടുത്തെ ചോറും കറിക്കുമാണ്. ചിക്കൻ ബിരിയാണിക്ക് 400 ആയിരുന്നു, പക്ഷേ അതിനത്രയും ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ചോറിൻ്റെ കൂടെ കറികളെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. സാമ്പാറും മീൻകറിയും തോരനും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ട്സ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് മക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് അവന് ഫ്രഞ്ച് ഫ്രൈസ് വേണം എന്ന് പറഞ്ഞു. അപ്പം ഫ്രഞ്ച് ഫ്രൈസും സോഫ്റ്റ് സെർവും വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. കുറച്ച് ക്രിസ്മസിൻ്റെ ഷോപ്പിംഗ് ചെയ്യണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇനിയിപ്പം മടിയായിട്ട് നാളെ ഇനിയും ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇനിയിപ്പം ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ.